ഒരുപാട് പുതിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ധാരാളം മെസ്സേജസ് അയക്കാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചാനൽ വളർത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു പുതിയ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യമൊക്കെ വ്യൂസ് വരാനായിട്ട് ഒരുപാട് കഷ്ടങ്ങളുണ്ട്. ഇതിനായിട്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് സജഷനിൽ കൊണ്ടുവരാനായിട്ട് യൂട്യൂബിൽ തന്നെ നമ്മൾക്ക് സ്വന്തം വീഡിയോ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പല വഴികളുമുണ്ട്. നമുക്ക് തന്നെ നമ്മളുടെ വീഡിയോസ് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസ് പോലും പലരും ഉപയോഗിച്ച് കാണാറില്ല. ഈ ടൂളുകൾ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ വീഡിയോയിലേക്ക് കൂടുതൽ റീച്ചും ആളുകളെയും കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് സാധിക്കും. നമ്മളുടെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളുടെ പഴയ വീഡിയോസും അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുള്ള വീഡിയോസും നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഏതെങ്കിലും ഒരു എൻ്റെ പഴയ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് നല്ല ടിപ്സുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നിയാൽ അവർ തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ലിങ്ക് വഴി നമ്മളുടെ പഴയ വീഡിയോയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 1000 പേരാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ 1000 പേരിൽ നിന്നും ഒരു 50 പേരെങ്കിലും ആ പഴയ വീഡിയോ ഒന്ന് ചെന്ന് കാണാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾക്ക് ഈ 50 പേര് തന്നെ ധാരാളം മതി. ഈ 50 പേരാണ് പിന്നീട് ഭാവിയിൽ 500 പേരായിട്ടും 5000 പേരായിട്ടും ഒക്കെ വർദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സാധ്യത പോലും പലരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമ്മുടെ മറ്റൊരു വീഡിയോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ നിങ്ങൾ വിട്ട് കളയരുത്. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങളുടെ പഴയ വീഡിയോസ് റെക്കമെൻഡ് ചെയ്തിട്ട് ആ വീഡിയോസിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വീഡിയോയിൽ കാർഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വീഡിയോയ്ക്ക് നമ്മൾക്ക് മാക്സിമം ഒരു 5 കാർഡ്സ് വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 5 വീഡിയോകൾ നമ്മളുടെ ഒരു വീഡിയോയ്ക്കകത്ത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ഫോൺ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ പല പല കാര്യങ്ങൾ അവിടെ പറയും. അതായത് വേറൊരു ഫോണുമായിട്ട് ഈ ഒരു ഫോണിനെ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പറയാം മുമ്പൊരു വീഡിയോ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെ ഇതുവഴി റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് ഈ എൻഡ് സ്ക്രീനിൽ നമ്മളുടെ തന്നെ പഴയ പല വീഡിയോസും നമ്മൾക്ക് അതിനകത്ത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അങ്ങനെയും നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് വ്യൂസ് കുറവുള്ള പഴയ വീഡിയോസും നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ് ചെയ്തതായിരിക്കും, പക്ഷേ അതിനകത്ത് വ്യൂസ് വളരെ കുറവായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എൻഡ് സ്ക്രീനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വ്യൂസും റീച്ചും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ സംസാരിച്ചിരുന്നത് എൻഡ് സ്ക്രീനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ എൻഡിൽ നമ്മൾക്ക് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കാര്യം കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പഴയ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 4 വീഡിയോസ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വീഡിയോസ് റെക്കമെൻഡേഷനായിട്ട് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. എൻഡ് സ്ക്രീനാണ് നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 വീഡിയോസും വേണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടണും ഇങ്ങനെ 4 കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ അവസാനത്തെ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിനകത്തായിരിക്കും എൻഡ് സ്ക്രീൻ വരിക. അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ആ ഉള്ള സമയത്ത് നിങ്ങൾ പറയുക നിങ്ങളുടെ എൻഡ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു വീഡിയോ റെക്കമെൻഡേഷനായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയും എൻഡ് സ്ക്രീൻ വഴി ധാരാളം ആളുകൾ വന്നിട്ട് നിങ്ങളുടെ വീഡിയോ കാണുകയും അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് റീച്ചും കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ തന്നെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്കോ കാര്യങ്ങളോ വന്നിട്ട് കമൻ്റായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തം കമൻറ്റ് തന്നെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചാൽ ആ വീഡിയോ കാണാൻ വരുന്ന വ്യൂവേഴ്സ് എല്ലാം ആ പിൻ ചെയ്ത കമൻറ്റ് കണ്ടിട്ട് ആ വീഡിയോ നിങ്ങളുടെ സജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിലോട്ട് അങ്ങോട്ട് പോയി കാണാനിട വരികയും അതുവഴി നിങ്ങൾക്ക് വ്യൂസും റീച്ചും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ ലഭിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട പോലെ അത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസ് റീച്ചും വർദ്ധിക്കും. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ്
റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എല്ലാവരെയും പോയി സപ്പോർട്ട് ചെയ്യൂ എന്ന്, അത് സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റെന്നല്ല പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ശ്രമിച്ചാൽ ധാരാളം വ്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്ത് രാവിലെ 9 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വന്നിട്ട് ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ബൈ.